പാർട്ടിക്കുള്ളിലുള്ള കക്ഷിവഴക്കിൻ്റെയും ഭിന്നിപ്പിൻ്റെയും സംഘടനാ രാഹിത്യത്തിൻ്റെയും പൊളിപ്പൽ പ്രസ്ഥാനത്തിൻ്റെയും ഉത്ഭവസ്ഥാനം പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടി അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണുന്നത്. പാർട്ടിയിൽ കുറച്ചാളുകൾക്ക് അച്ചടക്കത്തിൻ്റെ ആവശ്യമില്ലെന്നും മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മെമ്പർമാർക്ക് അച്ചടക്കം നിർബന്ധമാണെന്നും ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അംഗീകരിക്കുന്ന സംഘടനാത്വമല്ല. പാർട്ടിക്കകത്തുള്ള സ്ഥാനം എന്തു തന്നെയായിരുന്നാലും, എത്ര ഉന്നത നേതാവായാലും പാർട്ടി മെമ്പർ വരെയുള്ള മുഴുവൻ സഖാക്കൾക്കും പാർട്ടി അച്ചടക്കം ഒരുപോലെ ബാധകമാണ് എന്നത് CPIM-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാപരമായ കടമ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് 1921 മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു തീസിസ് അംഗീകരിച്ചിരുന്നു. ലെനിൻ ആവിഷ്കരിച്ച സംഘടനാ തത്വങ്ങളെ അത് കൂടുതൽ വിപുലപ്പെടുത്തുകയാണ്, മൂർത്തമാക്കുകയുമാണ് ഇതുവഴി ചെയ്തത്. അതിൽ പ്രധാനമായി ഉയർന്നു വന്നൊരു പ്രശ്നം സംഘടനാ രൂപം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരേ രൂപത്തിലുള്ള സംഘടനാ രൂപമാണോ, ഇത് മാറ്റത്തിന് വിധേയമാണോ എന്ന പ്രശ്നമാണ് പരിശോധിച്ചത്. അതിൽ വ്യക്തമായി തീരുമാനം കൈക്കൊണ്ടത് തൊഴിലാളി വർഗ സമരത്തിൻ്റെ സാഹചര്യം മാറ്റത്തിന് വിധേയമായിരുന്നു. ഓരോ പ്രത്യേക രാജ്യത്തിൻ്റെയും സവിശേഷ അവസ്ഥയാണ് ബന്ധപ്പെട്ട പാർട്ടികളുടെ സംഘടനാ രൂപം നിർണ്ണയിക്കുന്നത്. പൊതുവായ ഒരടിസ്ഥാനം ഈ കാര്യത്തിൽ ഉണ്ടെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും പരിതസ്ഥിതികൾക്കനുസരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ കണക്കിലെടുത്തും സംഘടനാ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ആകാം. പരിതസ്ഥിതികൾ മാറുമ്പോൾ ചിലപ്പോൾ സംഘടനാ രൂപത്തിലും മാറ്റങ്ങൾ വന്നു എന്ന് വരും. ഇന്ത്യയെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഘടനാ പ്രവർത്തനം നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ അന്ന് നാം സംഘടനാ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമായി. ഇത്തരം പരിതസ്ഥിതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ പാർട്ടി സംഘടനാ രംഗത്ത് വരുത്തേണ്ടതായിട്ട് വരും എന്ന കാഴ്ചപ്പാട് 1921 ലെനിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കാഴ്ചപ്പാടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതാകെ പ്രതിപാദിച്ചു പോകാൻ ഈ സമയം പോരാതെ വരുമെന്നതുകൊണ്ട് ഞാനത് വിശദമായി ആ ഭാഗങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി സംഘടനയും പാർട്ടി പരിപാടിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യം നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. പാർട്ടി പരിപാടിയിലെ ആഹ്വാനം ലോക ഇന്ത്യൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 2000 കാലോചിതമാക്കിയ പരിപാടിയാണ് ഇന്ന് CPIM-നുള്ളത്. തൊഴിലാളി കർഷക സഖ്യത്തെ കേന്ദ്രസ്ഥാനമാക്കി എല്ലാ ദേശാഭിമാന ജനാധിപത്യ ശക്തികളുടെയും വിപുലമായ ഐക്യത്തിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവം കൈവരിക്കുന്നതിന് ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യകത പാർട്ടി പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പരിപാടിയിൽ 7-16 ഖണ്ഡിക ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉദ്ധരണി നോക്കിയാൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സമരം വളരെ സങ്കീർണവും കാലവിളംബം വരുത്തുന്നതുമാണ്. വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി അത് നടത്തേണ്ടി വരും. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വികാസത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത വർഗങ്ങൾ, ഒരേ വർഗത്തിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ
എന്നിവ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ കൈക്കൊള്ളാൻ നിർബന്ധിതരാകും. തന്ത്രപരമായി ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിന് ഈ ബഹുജന പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും അനുയോജ്യമായ ഐക്യമുന്നണി അടവുകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഈ ചുവടുമാറ്റങ്ങളെ ഉപയോഗപ്പെടുത്താനും ഈ വിഭാഗങ്ങളെ തങ്ങളുടെ അണികളിലേക്ക് ആകർഷിക്കാനും കഴിയുകയുള്ളൂ. ഏറ്റവും ആത്മാർപ്പണത്തിന് തയ്യാറുമുള്ള വിപ്ലവകാരികളെ സ്വന്തം അണികളിലേക്ക് കൊണ്ടുവരുന്ന അത്തരമൊരു പാർട്ടിക്ക് മാത്രമേ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പാതയിലുണ്ടാവുന്ന വിവിധ വളവ് തിരിവുകളിലൂടെ ബഹുജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഭരണവർഗത്തിനകത്ത് പലപ്പോഴും അഭിപ്രായ സംഘടനകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരികയും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലിടപെട്ട് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട്. കേരളത്തിൽ CPIM ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി വളർന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഐക്യമുന്നണി അടവുകൾ പ്രയോഗിച്ചതിൻ്റെ ഫലമാണ്. കേരളത്തിൽ ഭരണവർഗങ്ങൾക്കിടയിൽ പലപ്പോഴായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പലതരം ഇടപെടലുകളും പാർട്ടിക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്തരം ഇടപെടലിൽ കൂടിയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ശക്തിപ്പെടുകയും വലതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളത് പാർട്ടി പരിപാടി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭരണവർഗം മുന്നോട്ട് വെക്കുന്ന വിവിധ നയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി ഇടപെടേണ്ടി വരും. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ വിവിധ മേഖലകളിൽ നടത്തുന്ന വർഗ സമരമാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 3 മേഖലകളിൽ ഈ വർഗസമരം നടത്തേണ്ടതായിട്ട് വരും. സാമ്പത്തികം, രാഷ്ട്രീയം, ആശയപരം. ഈ മേഖലകളിലാണ് മുഖ്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടപെടേണ്ടി വരിക. അപ്പോൾ ഓരോ പ്രശ്നങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള മേഖലകളിൽ പാർട്ടി ഇടപെടാൻ. അതിന് മാർഗനിർദ്ദേശം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമ്പോഴാണ് പ്രസ്ഥാനം ഒരു ബഹുജന വിപ്ലവ പ്രസ്ഥാനമായി വളരുന്നത്. ഭരണവർഗം നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിനെതിരായ സമരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടം ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPIM ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഭരണവർഗം സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരായി തുടർച്ചയായ ഇടപെടൽ ആവശ്യമായിട്ട് വരും. ഇത് സാധിക്കണമെങ്കിൽ ജനങ്ങളുടെ ബോധ നിലവാരം ഉയർത്തിക്കൊണ്ട് വരണം. അതിനാശയപരമായ സമരം പ്രചരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജാതി മേധാവിത്വത്തിനായിട്ടുള്ള പോരാട്ടം, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള സമരം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പോരാട്ടങ്ങൾ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ മേഖലകളിൽ നടത്തുന്ന വർഗ സമരങ്ങളിൽ കൂടിയാണ് ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടിയായി CPIM മാറുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധാരണഗതിയിൽ വന്നു ചേരാനിടയുള്ള ചില പാളിച്ചകളുണ്ട്. അത് വിപ്ലവ പ്രവർത്തനത്തിനിടയിൽ റിവിഷനിസത്തിൻ്റെ സ്വാധീനം, സെക്ടേറിയനിസത്തിൻ്റെ പാളിച്ച, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേരാനിടയുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ഈ 2 പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. റിവിഷനിസത്തിനെതിരായും സെക്ടേറിയനിസത്തിനെതിരായുമുള്ള പോരാട്ടത്തിൽ കൂടിയാണ് ഒരു യഥാർത്ഥ വിപ്ലവ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. റിവിഷനിസവും സെക്ടേറിയനിസവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ
ബഹുജന സ്വാധീനം ചോർത്തിക്കളയുകയാണ് ചെയ്യുക. റിവിഷനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ സത്ത ചോർത്തിക്കളയും. സെക്ടേറിയനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബഹുജനങ്ങളിൽ നിന്ന് അകറ്റും. ഒറ്റപ്പെട്ട ഭീകരവാദ പ്രവർത്തനം വഴി സമൂഹത്തിൽ മാറ്റം വരുത്താമെന്നുള്ള കാഴ്ചപ്പാട്, സെക്ടേറിയൻ ചിന്താഗതി ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വലുതോതിൽ ബഹുജന പിന്തുണയിൽ ചോർച്ചയുണ്ടായി. അത്തരം പാളിച്ചകൾക്കെതിരായി പോരാടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അത്തരം പ്രവർത്തനത്തിൽ പ്രധാനമായി പാർട്ടി അണിനിരക്കുമ്പോൾ പാർട്ടി കേഡർമാരാണ് പാർട്ടിയുടെ സമ്പത്ത്. പാർട്ടി മെമ്പർമാർ, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, LC മെമ്പർമാർ, AC മെമ്പർമാർ, ജില്ലാ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ഇങ്ങനെയുള്ള കേഡർമാരാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമ്പത്ത്. ഈ കേഡർമാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടർച്ചയായി നൽകുക എന്നത് പാർട്ടിയുടെ ചുമതലയാണ്. പാർട്ടി മെമ്പർമാർ എല്ലാവരും തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ വ്യക്തമായ രാഷ്ട്രീയ ധാരണയുള്ളവരും രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടർച്ചയായി നേടുന്നവരുമായിരിക്കണം. അതോടൊപ്പം പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്നൊരു കാര്യമല്ല. ബഹുജനങ്ങൾക്കാകെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ബഹുജനങ്ങൾക്കാകെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ബഹുജനങ്ങളെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പാർട്ടി കേഡർമാർ ഉയർന്നു വരിക. ഇതൊരു അത്യാവശ്യമായ കാര്യമായിട്ടാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ടാണ് ബഹുജന വിദ്യാഭ്യാസ പരിപാടി പാർട്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാർട്ടി ക്ലാസ്സുകൾ വഴി തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ്. ഇതിൽ നിന്ന് ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് പാർട്ടി കേഡർമാർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള പാർട്ടി മെമ്പർമാർ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പാർട്ടി വിഭാവനം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പാർട്ടിയിൽ ഒരാൾ അംഗമായി ചേരണമെങ്കിൽ ഏതെങ്കിലും ഒരു വർഗ സംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിക്കണം. അങ്ങനെ വർഗ സംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിക്കുന്ന ഉശിരന്മാരായ സഖാക്കളെയാണ് പാർട്ടി അനുഭാവി ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അനുഭാവി ഗ്രൂപ്പിൽ ഒരു വർഷം പ്രവർത്തിക്കണം. അതിനുശേഷമാണ് ഒരാൾ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അംഗമായി മാറുന്നത്. ആ കാൻഡിഡേറ്റ് അംഗമായി പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് പൂർണ്ണ മെമ്പർമാരെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് റിക്രൂട്ട്മെൻറ്റിൽ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമീപനമാണ്. ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൽ കൂടി മാർക്സിസം ലെനിനിസത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയുള്ളവരായി ഓരോരുത്തരും മാറുമ്പോഴാണ് പാർട്ടി മെമ്പറായി മാറാനുള്ള കഴിവ് ഓരോരുത്തരും ആർജിക്കുന്നത്. പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ ഒരു ഘടകത്തിൽ ചേർന്ന് പ്രവർത്തിക്കണം. പാർട്ടിയുടെ അടിസ്ഥാനമായ ഘടകം പാർട്ടി ബ്രാഞ്ചാണ്. എല്ലാ പാർട്ടി മെമ്പർമാരും ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. പാർട്ടിയുടെ ഏറ്റവും പ്രാഥമികമായ ഘടകമായുള്ള പാർട്ടി ബ്രാഞ്ച്, അത് ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ മെമ്പർമാരായിട്ടുള്ള സഖാക്കൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പാർട്ടി ബ്രാഞ്ച്. പാർട്ടി ബ്രാഞ്ചിന് കമ്മിറ്റിയില്ല. പലപ്പോഴും ചിലർ സംസാരിക്കുന്നത് കാണാം ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ളത്. ബ്രാഞ്ചിന് കമ്മിറ്റിയില്ല. ബ്രാഞ്ചാണ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഘടകം. ലോക്കൽ കമ്മിറ്റി മുതലുള്ള ഉപരി കമ്മിറ്റികളാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളും. രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയുടെ ഉയർന്ന ഘടകം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളും കൈക്കൊള്ളുന്നത് പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ബോഡി പാർട്ടി കോൺഗ്രസ്സാണ്. ആ രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ കീഴേ തലത്തിൽ സംസ്ഥാന കമ്മിറ്റി മുതൽ കീഴോട്ടുള്ള കമ്മിറ്റികളെയെല്ലാം ഈ രണ്ട് പാർട്ടി സമ്മേളനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളാണ്.
ഇങ്ങനെയുള്ള കമ്മിറ്റികളിൽ തിരഞ്ഞെടുക്കപ്പെടാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഉള്ള അവകാശം ഓരോ പാർട്ടി മെമ്പർക്കുമുണ്ട്. പാർട്ടിയിൽ ചേരുന്ന മെമ്പർമാർക്ക് ചുമതലകൾ മാത്രമല്ല അവകാശങ്ങളുമുണ്ട്. പാർട്ടി ഭരണഘടന വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളിയാകാനുള്ള അവകാശം ഒരു പാർട്ടി മെമ്പർക്കുമുണ്ട്. പാർട്ടിയുടെ നയരൂപീകരണത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇത് മറ്റു പാർട്ടികളിൽ ഇല്ലാത്തൊരു സംവിധാനമാണ്. മറ്റു പാർട്ടികളിൽ ഒരു നേതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ CPIM-ൽ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പാർട്ടിയുടെ നയരൂപീകരണത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതാണ് പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയം. എല്ലാ പാർട്ടി ഘടകത്തിലും ചർച്ച ചെയ്ത് മെമ്പർമാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് അതിന് അന്തിമ രൂപം കൊടുക്കുന്നത്. ഇത് CPIM-ന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനാ തത്വമാണ്. അതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർക്ക് പാർട്ടി യോഗത്തിൽ വെച്ച് ഉപരിഘടകത്തിൽ വിമർശിക്കാം, സ്വയം വിമർശനം നടത്താം. ഇത് പാർട്ടി അംഗത്വത്തിനുള്ള ഈ അവകാശം മറ്റു പാർട്ടികൾ ഇല്ലാത്ത അവകാശമാണ് CPIM-ൻ്റെ ഒരു മെമ്പർക്ക് പാർട്ടി ഭരണഘടന അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ പാർട്ടി ഘടകത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരു പാർട്ടി അംഗത്തിനുണ്ടെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് വരെ സമർപ്പിക്കാനുള്ള അവകാശം ഒരു പാർട്ടി മെമ്പർക്കുമുണ്ട്. അതുകൊണ്ട് വിപുലമായി ജനാധിപത്യ അവകാശം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് CPIM-ൻ്റെ സംഘടനാ സംവിധാനം. കൂട്ടായ പ്രവർത്തനമാണ് CPIM-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനമല്ല പാർട്ടിക്കുള്ളത്. പാർട്ടി ഘടകങ്ങൾ, അതിലംഗങ്ങളായിട്ടുള്ളവർ കൂട്ടായി ചേർന്ന് നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഓരോ വ്യക്തിക്കുമുള്ള അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു എന്ന് വരും. ഇത്തരം തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. തെറ്റ് സംഭവിച്ചാൽ അത് തുറന്ന് സമ്മതിക്കുക എന്നതാണ് ഗൗരവമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും പാർട്ടിയുടെയും ലക്ഷണം. സ്വന്തം തെറ്റുകൾ കണ്ടെത്താനുള്ള വിനയം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രത്യേകത. വിമർശനവും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നൊരു വിമർശനമുണ്ട്, നിങ്ങൾ തെറ്റ് തിരുത്തൽ രേഖകൾ അംഗീകരിക്കുന്നു, നിങ്ങളെപ്പോഴും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നിട്ട് നിങ്ങൾ തന്നെ തിരുത്തുന്നു എന്ന് നമ്മൾ വിമർശിക്കാറുണ്ട്. തെറ്റ് സംഭവിച്ചാൽ ആ സംഭവിച്ച തെറ്റ് തുറന്നു പറയുക എന്നുള്ളത് ജനങ്ങളിൽ വിശ്വാസമുള്ളൊരു പാർട്ടിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. മറ്റു പാർട്ടികൾ അത്തരമൊരു പ്രക്രിയയിലേക്ക് പോകാറില്ല. മനുഷ്യർ ഉള്ളൊരു പ്രസ്ഥാനമാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തെറ്റുകൾ സംഭവിച്ചു എന്ന് വരും. അത്തരം തെറ്റുകൾ കണ്ടാൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി ആ വ്യക്തിയെ ശരിയായ വഴിക്ക് നയിക്കാനും പാർട്ടിയെ ശരിയായ വഴിക്ക് നയിക്കുന്നതിനുമാണ് പാർട്ടി തിരുത്തൽ പ്രക്രിയ പല സന്ദർഭങ്ങളിലായി നടത്തിയിട്ടുള്ളത്. ഇതും CPIM-ൻ്റെ ഒരു പ്രത്യേകതയാണ്. പാർട്ടി മെമ്പർമാർ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടത്. ബഹുജനങ്ങളാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സംഘടനകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ വർഗ സംഘടനകളിലും ബഹുജന സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വർഗ സംഘടന എന്നത് ഉൽപ്പാദന പ്രക്രിയയുമായി നേരിട്ട് ബന്ധമുള്ള വിഭാഗങ്ങൾ അണിനിരക്കുന്ന സംഘടനയാണ് വർഗ സംഘടനകൾ. CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, ഇതെല്ലാം വർഗ സംഘടനകളാണ്.
മറ്റ് വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ബഹുജന സംഘടനകൾ. യുവജന പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, മഹിളാ പ്രസ്ഥാനം, ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ബഹുജന സംഘടനകളാണ്. വിവിധ വർഗത്തിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന സംഘടനകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ബഹുജന സംഘടനകളിലും വർഗ സംഘടനകളിലും നടത്തുന്ന പ്രവർത്തനത്തിൽ കൂടിയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു പാർട്ടി മെമ്പർക്ക് അവസരം ലഭിക്കുന്നത്. അത് ഏതൊരു പാർട്ടി മെമ്പറും ഏതെങ്കിലും ഒരു വർഗ സംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിച്ചിരിക്കണം. ഇത് പാർട്ടി മെമ്പർമാരുടെ പ്രവർത്തനത്തിൽ സ്വീകരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണെന്ന് ഈ സന്ദർഭത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട്